ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം, സന്തോഷമായിട്ടും ഇതുപോലെ അടിച്ച് പൊളിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും ഈ സന്തോഷം നീണ്ടു നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ തിരിച്ചു പോവുകയായി. 2-3 ദിവസം കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കേരളത്തിനോട് വിട പറഞ്ഞിട്ട് വീണ്ടും ആന്ധ്രയിലേക്ക് തന്നെ പോവുകയാണ്. പിന്നെ അടുത്ത കൊല്ലമാണ് ഇതുപോലെയുള്ള അടിച്ചുപൊളിയൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് അവിടെ പോയാൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കഴിക്കാൻ മാത്രമേ പറ്റൂ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സംഭവമാണിത് കേട്ടോ. അപ്പം നമ്മുടെ ലിവറാണ്, ചിക്കൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലിവർ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ലിവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെയും കൂടിയാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്നിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്, വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു മസാല വേണം കേട്ടോ, ഒരു പൊടി വേണം. ആ പൊടിക്ക് വേണ്ടത് കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഈ കുരുമുളകിൻ്റെ എരിവ് തന്നെ വേണം. പിന്നെ മല്ലിപ്പൊടി ചേർക്കാൻ പാടില്ല, മല്ലി തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. ഞാൻ മസാല ഒന്നും കൂടെ പറഞ്ഞുതരാം. കുരുമുളക്, പച്ചമല്ലി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ജീരകം കേട്ടോ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആ മസാലയൊക്കെ ഇട്ടു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ കഴുകണം എന്ന് പറയുന്നത്, നല്ലപോലെ തുരുമ്മി കൊടുക്കണം കേട്ടോ. അപ്പോഴേക്കും അവിടെ ഒരു പക്ഷി കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതാണ്, അതിന് എന്തോ സൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങോട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നല്ലപോലെ തുരുമ്മിയിട്ട് ഒരു അരമണിക്കൂർ വെക്കണം. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ അടുപ്പൊക്കെ ഊതി ഒരു പരിവാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുപ്പ് ഇങ്ങോട്ട് കത്തി പിടിക്കുന്നേ ഉള്ളൂ കേട്ടോ. മഴ പെയ്തുകൊണ്ട് വിറകൊക്കെ നനഞ്ഞു പോയി. ഇവിടെ ഗ്യാസൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് അടുപ്പിൽ തന്നെ വെച്ചുണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇത് നമ്മൾ ചിക്കനും മീനും മാത്രം വെക്കുന്ന ചട്ടിയാണ് കേട്ടോ. ഇവിടെയും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അമ്മയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ചട്ടി അടുപ്പത്ത് വെച്ചു, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ലിവറിനെ കൂടെ അതിനകത്തേക്ക് തട്ടി ഇളക്കി കേട്ടോ. അപ്പോൾ തട്ടുന്നത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒരു കൈ കൊണ്ടല്ലേ ഫോൺ പിടിച്ചിട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ തട്ടുന്നത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ എല്ലാം താഴെ പോയേനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലിവറിനെ അതിനകത്തേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തീയും കത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ വേവട്ടെ. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എന്തോ ദൈവത്തിൻ്റെ അങ്ങോട്ട് നോക്കിയിട്ട് എന്തോ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോയിലും ദൈവം അങ്ങനെ വന്നു. ഇതെൻ്റെ സ്വന്തം ദൈവമാണ് കേട്ടോ, ഞങ്ങളുടെ കുട്ടിച്ചാത്തനാണിത് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെ ദൈവമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലിവർ നല്ലപോലെ ഇരുന്ന് വേവട്ടെ. വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മൾ അടച്ചു വെച്ചാൽ മതി. അതന്നെ ഇരുന്നിരുന്ന് ഇങ്ങനെ വെള്ളം, നമ്മൾ ചട്ടിയിലല്ലേ വയ്ക്കണം, അപ്പോൾ ഇതന്നെ ഇരുന്നിരുന്ന് വെള്ളമായിക്കോളും. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് അതിനെ ഇങ്ങനെ വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനെ ഫ്രൈ ആക്കണ്ടേ. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ മസാല തയ്യാറാക്കണം. കറിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതി. പിന്നെ ഉള്ളി, തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇങ്ങനെ പച്ചക്കുരുമുളകല്ല, സാധാരണ പച്ചക്കുരുമുളകാണെങ്കിലും സാധാരണ കുരുമുളകാണെങ്കിലും ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ തന്നെ കറി വെക്കുന്നത്. അപ്പം ഞാനിതിനെ ഫ്രൈ ആക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളത്തിൻ്റെ ഒട്ടും ആവശ്യമില്ല. അപ്പോൾ ഈ ചിക്കനല്ല ലിവറിന്ന് വരുന്ന വെള്ളം നല്ലപോലെ വെറ്റി കിട്ടണം. നമ്മൾ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഡ്രൈ ആയിട്ട് വരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മസാലയും വേണം, വേറെ പാത്രവും വേണം കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ട മസാലയാണ് നമുക്ക് ഒരു സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വീണ്ടും കുരുമുളക്. കാരണം നമ്മൾ മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല, കുരുമുളകിൻ്റെ എരിവ് നല്ലോണം വേണം. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും നമ്മുടെ വലിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവറൊക്കെ അവിടെ വെന്ത് റെഡിയായിട്ട് ഞാൻ ആ ചട്ടി മാറ്റി വെച്ചു. പിന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. ആ ചീഞ്ചട്ടിക്കകത്ത് നമുക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനൊരു ലേശം എണ്ണ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഉപയോഗിക്കാം. എന്നെപ്പോലെ ഒട്ടും പിശുക്കേണ്ട ആവശ്യമില്ല, കുറച്ചും കൂടെ ഉപയോഗിക്കാം. അപ്പം ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, അപ്പോൾ ആ 4 സാധനം കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചതച്ച് വെച്ചതും പിന്നെ വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ലിവർ ഇങ്ങനെ ഫ്രൈ ആക്കണത്. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കണം. അതും നമ്മുടെ മൺചട്ടി തന്നെ ലിവർ വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നു. നമ്മൾ ഈ ലിവറിനെ അതിനകത്തേക്ക് തട്ടി ഇനി ഒട്ടും തന്നെ വെള്ളം നനവില്ലാണ്ട് നമുക്ക് വരട്ടിയെടുക്കണം. ഇതൊരു 3-4 ദിവസം അങ്ങനെ ഇരുന്നാലും കേട് വരില്ല കേട്ടോ. ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല, ഇത് അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം നമുക്ക് മൊത്തത്തിൽ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഇതൊരു 3-4 ദിവസം കേട് വരാതിരിക്കും. പിന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരട്ടെ. അത് നമ്മുടെ വിറകടുപ്പിൽ തീയെല്ലാം കുറച്ചിങ്ങനെ കണലിൽ കിടന്നിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല പൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുരുമുളകും പച്ചമല്ലിയും
എല്ലാം കൂടെ ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ലിവർ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീണ്ടും ഒരു ലേശം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ ഇരട്ടിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഇനിയിപ്പോൾ ലിവർ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. പ്രത്യേകം ഞാൻ പറയുകയാണ്, ചട്ടി തന്നെ വേവിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റാണ്. അതും വിറകടുപ്പും ചട്ടിയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്നറിയാം. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. നിങ്ങളൊക്കെ ക്ഷമിക്കുന്നത് എനിക്കറിയാം, എന്നാലും പറയുകയാണ്, നിങ്ങളൊക്കെ ക്ഷമിക്കണം. അപ്പോൾ ഇതൊരു അടിപൊളി ലിവർ ഫ്രൈ ആയിരുന്നു. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. കാരണം പച്ചമല്ലിയും കുരുമുളകല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ജീരകവും എല്ലാം കൂടി അപ്പോൾ നല്ല മണമാണ് ഈ ലിവർ കേട്ടോ. എന്തൊരു മണമാണ് പറഞ്ഞാൽ എന്തൊരു മണം, അത്രയ്ക്കും പറയാനില്ല. അപ്പം ഞാൻ എന്തായാലും നല്ല പുഴുങ്ങല്ലരിയും അതായത് മട്ടരിയുടെ ചോറും പിന്നെ കുറേ ലിവറും അങ്ങോട്ട് എടുത്തിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചു കേട്ടോ. ഇനി അടുത്ത കൊല്ലമാണ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അറിയാമല്ലോ, എൻ്റെ ഭർത്താവ് വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടുത്ത കൊല്ലം പറയണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.